നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൊതുകാനയിലെ മാലിന്യ കൂമ്പാരം ചേർപ്പ് പൂത്തറക്കൽ പള്ളിക്ക് സമീപം റോഡരികിൽ തള്ളിയ നിലയിൽ. ടിപ്പർ ലോറിയിൽ എത്തിച്ച മാലിന്യം റോഡരികിൽ തള്ളിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കോടന്നൂരിൽ കേരള കർഷക സംഘം പ്രതിഷേധം. മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമായ സൂപ്പർ സ്റ്റാർ ജയന്റെ 87ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ച് ആരാധകൻ അഷ്റഫ് ജയൻ. ചേർപ്പ് തായംകുളങ്ങളിൽ നട്ടുവളർത്തുന്ന ജയൻ എന്ന വൃക്ഷത്തൈക്ക് മുന്നിലായിരുന്നു ചടങ്ങ്. വാർത്തകൾ വിശദമായി. പൊതുകാനയിലെ മാലിന്യ കൂമ്പാരം ചേർപ്പ് പൂത്തറക്കൽ പള്ളിക്ക് സമീപം റോഡരികിൽ തള്ളിയ നിലയിൽ. ടിപ്പർ ലോറിയിൽ എത്തിച്ച മാലിന്യം റോഡരികിൽ തള്ളിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. പൂത്തറയ്ക്കൽ പള്ളിക്ക് സമീപം പാടത്തോട് ചേർന്ന റോഡരികിലാണ് പൊതുകാനയിൽ നിന്നുള്ള മാലിന്യം തള്ളിയിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കാന വൃത്തിയാക്കിയുള്ള മാലിന്യം ടിപ്പർ ലോറിയിൽ എത്തിച്ചാണ് പാടത്തിന് സമീപത്തെ റോഡരികിൽ തള്ളിയത്. കഴിഞ്ഞ ദിവസമാണ് മാലിന്യം റോഡരികിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കടുത്ത ദുർഗന്ധം വമിക്കുന്നതാണ് മാലിന്യ കൂമ്പാരം. പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെ നിരവധി അജൈവ മാലിന്യങ്ങൾക്കൊപ്പം പാഴ്പുല്ലുകളും ഇതിലുണ്ട്. പൊതുകാനയിൽ നിന്നുള്ള ഇത്തരം മാലിന്യം പൂത്തറയ്ക്കൽ പള്ളിക്ക് സമീപം ഇതേയിടത്ത് പൊതുമരാമത്ത് വകുപ്പ് മുൻപും നിക്ഷേപിക്കാറുള്ളതായി പറയുന്നു. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ചേർപ്പ് പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. മുൻപ് തിരുവുള്ളക്കാവിൽ റോഡരികിൽ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളിയ ബൈക്ക് യാത്രക്കാർക്ക് അധികൃതർ പിഴ ചുമത്തിയിരുന്നു. പൂത്തറയ്ക്കലിൽ പാടത്തോട് ചേർന്ന റോഡരികിൽ ടിപ്പർ ലോറിയിൽ എത്തിച്ച 4 ലോഡ് വരുന്ന മാലിന്യമാണ് തള്ളിയത്. PWD കാനയിലെ മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കാൻ ചേർപ്പ് പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കോടന്നൂരിൽ കേരള കർഷക സംഘം പ്രതിഷേധം. കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സംഗമവും നടത്തിയത്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം നടക്കുന്നത്. ഇവർക്ക് പിന്തുണയുമായാണ് കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സംഗമവും സംഘടിപ്പിച്ചത്. കോടന്നൂർ സെന്ററിൽ ചേർന്ന പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സംഗമവും കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് PA വൂഗീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ സ്തംഭനാവസ്ഥയിലാണ്. അതിൻ്റെ കാരണമാണ് ഇവിടെ വിശദീകരിച്ചത്. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന അതിപ്രധാനമായ 2-3 പരീക്ഷകളാണ്. ഒന്ന് നീറ്റ് പരീക്ഷ, CBSE പരീക്ഷകൾ, UG പരീക്ഷകൾ. ഇവിടെയൊക്കെ തന്നെ വ്യാപകമായ തോതിൽ കൃത്രിമം നടക്കുക. ചോർച്ച എന്നത്തെ പറഞ്ഞില്ല, ചോദ്യക്കടലാസ് ചോർത്തി കൊടുക്കുക, കച്ചവടം ചെയ്യുക, വിദ്യാഭ്യാസ മേഖലയെ മലീമസമാക്കുക. അതിപ്പോൾ ഏറ്റവും കൂടുതലായി മുന്നോട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. ആ BJP ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണ് വ്യാപകമായ തോതിൽ ഈ കൊള്ള നടന്നത്. ഇതിനെതിരെ സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കക്ഷി രാഷ്ട്രീയത്തിന് ഒരു കൊടിയുടെയും മുടി പിടിച്ചുകൊണ്ടല്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നന്നായി പിടിപിടുക്കന്മാരായി പിടിക്കുന്നവർ അവർ സുഖമതിലേക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിൽ 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ തന്നെ വീടുകളിലെ കുട്ടികളെ പോലെ മിടുക്കന്മാരായ കുട്ടികൾ പകലിരുന്ന് പഠിച്ച് ബുദ്ധിമുട്ടി മാർക്ക് ലഭിച്ച് അഡ്മിഷൻ കിട്ടേണ്ട കുട്ടികൾ അവരൊക്കെ വഞ്ചിക്കപ്പെടുക.
ചേർപ്പ് ഏരിയ പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. M ശ്രീരാഗ, സ്ട്രെയിനി ചാക്കോ, ജെയിംസ് പി പോൾ, AK രാധാകൃഷ്ണൻ, ജോഷി ബാബു എന്നിവർ സംസാരിച്ചു. മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമായ സൂപ്പർ സ്റ്റാർ ജയന്റെ 87ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ച് ആരാധകൻ അഷ്റഫ് ജയൻ. ചേർപ്പ് തായംകുളങ്ങരയിൽ നട്ടുവളർത്തുന്ന ജയൻ എന്ന വൃക്ഷത്തൈക്ക് മുന്നിലായിരുന്നു ചടങ്ങ്. മലയാള സിനിമയുടെ എക്കാലത്തെയും ആക്ഷൻ താരമായ ജയന്റെ 87ാം ജന്മദിനാഘോഷമാണ് അഷ്റഫ് ജയന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. ജയന്റെ ഓർമ്മയ്ക്കായി നട്ട വൃക്ഷത്തൈക്ക് 1 വയസ്സ് പിന്നിട്ടു. ഇതിനു സമീപം കേക്ക് മുറിച്ച് വിതരണം ചെയ്തായിരുന്നു ജയന്റെ ജന്മദിനം ആഘോഷിച്ചത്. അഷ്റഫ് ജയനൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ ലത്തീഫ് ഓങ്ങല്ലൂർ, ഒഴിവത്ര സുൽത്താൻ, ലത്തീഫ്, ഹരിദാസ് ചേർപ്പ്, അനിൽ, ജോസ്, റോഷൻ, പ്രദേശത്തെ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജയന്റെ 87ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. എല്ലാ മലയാളികൾക്കും ജയൻ സാറിൻ്റെ പേരിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. എന്തായാലും ജയൻ സാർ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ 87ാം ബർത്ത്ഡേയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ചേർപ്പങ്ങാടി ജയൻ സാറിൻ്റെ ബർത്ത്ഡേ സംബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ്. അത് ചേർപ്പങ്ങാടിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. ഈ മരത്തിന് ഇന്ന് 1 വയസ്സാണ്. ഒരു തൈയായിട്ടാണ് കൊണ്ടു നടന്നത്. അത് ഇന്നൊരു വയസ്സായി, എന്നേക്കാളും വളർന്നു. അപ്പം മരം നട്ടാൽ മാത്രം പോരാ, അതിന് വെള്ളമൊഴിക്കും വേണം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് കുട്ടികളുടെ അടുത്താണ്. ലഹരി വേട്ടക്കാർ കുട്ടികളെയാണ് വേട്ടക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾ മിഠായിയുടെ രൂപത്തിലും ഐസ്ക്രീമിൻ്റെ രൂപത്തിലും ഒക്കെ ലഹരി പദാർത്ഥങ്ങൾ വരുന്നുണ്ട്. അത് കഴിക്കരുത്. കാരണം ആരെന്ത് തന്നാലും അത് കഴിക്കരുത്. അതാണ് ഇന്നത്തെ ജയൻ സാറിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം. എന്തായാലും കുട്ടികൾ നല്ല രീതിയിൽ വളരട്ടെ. കുട്ടികളെ കേടാക്കാൻ ഈ ജയൻ സാർ ഒരിക്കലും സമ്മതിക്കില്ല. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ ചെറുവത്തേരിയിൽ 81ാം നമ്പർ അങ്കണവാടി നാടിന് സമർപ്പിച്ചു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായിട്ടും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് CDPO ഈ പ്രോജക്റ്റ് ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും CDPO ഫണ്ട് ഉപയോഗിച്ച് അടുക്കളയൊക്കെ നന്നായിരുന്നു അല്ലേ? നല്ല ഭംഗിയായിട്ടുള്ള ഒരു അംഗൻവാടി, കുട്ടികൾക്കൊരു ടോയ്ലറ്റ്, എല്ലാ രീതിയിലും വൃത്തിയും എടുപ്പും ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞു വിടുന്ന അമ്മമാർക്കൊരു സംതൃപ്തി. എന്തായാലും അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ അംഗൻവാടിയിലെത്തി ഇത്രയും നല്ല സുഗമമായ ഒരു കെട്ടിടത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം തന്നെയാണ്. ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട CDPO ഉൾപ്പെടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നല്ല രീതിയിൽ അത് ചെയ്തു. അംഗൻവാടി അധ്യാപികരും ഹെൽപ്പർമാരെല്ലാം കുഞ്ഞുങ്ങളെ അത്രമാത്രം പവിത്രമായിട്ട് തന്നെ അവരെ ശുശ്രൂഷിക്കുന്നത് അല്ലേ? ആ ഒരു ശുശ്രൂഷ എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്. ആ അമ്മമാർക്ക് വേണ്ടി 2 പേര് ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. മലർക്കൊടി പോലെ വന്നത്തുകിൽ പോലെ, മലർക്കൊടി പോലെ വന്നത്തുകിൽ പോലെ, മയങ്ങോ നീയൻ മണിവീണേ, മയങ്ങോ നീയൻ മണിവീണേ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയി അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി നമ്മൾക്ക് ഇല്ലാതിരുന്ന ഒരു അംഗൻവാടി, വാടക കെട്ടിടങ്ങളിലൊക്കെ ആയിരുന്ന അംഗൻവാടികൾ നമുക്ക് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. 19 അംഗൻവാടി ഉള്ളതിൽ ഇപ്പോൾ ഇനി ഒരു അംഗൻവാടിക്ക് കൂടിയാണ് സ്വന്തമായി സ്ഥലമില്ലാത്തതുള്ളൂ. അതിനും നമ്മുടെ 2ാം വാർഡില് സ്ഥലം ഫ്രീ ആയിട്ട് 4.5 സെന്റ് സ്ഥലം അത്രയും ഉദാര മനസ്കരായവരാണ് വിട്ടു തന്നിരിക്കുന്നത്. ഇനി അതിലും കൂടി ഒരു കെട്ടിടം നമുക്കുണ്ടായാൽ നമ്മുടെ 19 അംഗൻവാടിക്കും സ്വന്തമായി കെട്ടിടം ഉണ്ടാവുകയാണ്. അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നം. നമ്മുടെ ടീച്ചർമാര് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ഓണറേറിയത്തിൽ നിന്നാണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അവരുടെ ആ വിഷമം സങ്കടം കണ്ടറിഞ്ഞ് പഞ്ചായത്ത് അവരോടൊപ്പം എന്നും ഉണ്ടാവും. ഇനി ആ കെട്ടിടം കൂടി ഉണ്ടായാൽ നമ്മൾക്ക് എല്ലാവർക്കും അംഗൻവാടി കെട്ടിടങ്ങളായി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ മുഖ്യാതിഥിയായി. ICDS സൂപ്പർവൈസർ നിത ജോൺ പദ്ധതി വിശദീകരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ, 12ാം വാർഡ് മെമ്പർ ശ്രീദേവി സന്തോഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ഭരതൻ, അംഗങ്ങളായ സുകന്യ ജിനേഷ്, അവണിശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ പ്രേമൻ കാരയിൽ, സിമി പ്രദീപ്, ജോയ് പയ്യപ്പിള്ളി, ജീസൻ റപ്പായി, സൂര്യ ശോഭി, ശ്രുതി സനീഷ്, സനൂപ് കറുകയിൽ, റോബി ജോൺസൺ, കൃഷ്ണപ്രിയ ശ്രീജിത്ത്, നന്ദകിഷോർ, CDPO ശ്രീവിദ്യ S മാരാർ, സെക്രട്ടറി N പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. അമ്മാടം പാർപ്പക്കടവ് പനിഞ്ഞയം ശ്രീ മഹാവിഷ്ണു വാമനമൂർത്തി ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം ഭക്തി നിർഭരം. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പുത്തിലം മധുനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ബാലലീലകൾ, വത്സസ്തേയം, ബ്രഹ്മസ്തുതി തുടങ്ങിയ പാരായണങ്ങൾ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഭജന സത്സംഗവും ഉണ്ടായി. വൈകിട്ട് 6-നായിരുന്നു രുക്മിണി സ്വയംവരം ചടങ്ങ്. വൈകിട്ട് 4 മണിയോടെ പാർപ്പക്കടവ കീട്ടയിൽ ശ്രീ ദുർഗാ ഭഗവതി കാവിൽ നിന്ന് അലങ്കരിച്ച തേരിൽ രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് തുടക്കമായി. വാദ്യമേളങ്ങളോടെ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയെ നാമസങ്കീർത്തനങ്ങളാൽ ഭക്തർ അനുധാവനം ചെയ്തു. സ്വയംവര ഘോഷയാത്ര ദേശപ്രദക്ഷിണം ചെയ്ത വൈകിട്ട് 5:30 യജ്ഞവേദിയിലെത്തി. തുടർന്ന് കൈകുട്ടിക്കളി, മംഗളാരതി എന്നിവയും നടന്നു. സാമൂഹിക സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ചൊവ്വൂർ YMCAക്ക് സംസ്ഥാനതല പുരസ്കാരം. സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ 2025-26 വർഷത്തെ കേരളത്തിലെ 2ാമത്തെ മികച്ച ഗ്രാമീണ YMCAക്കുള്ള പുരസ്കാരമാണ് ചൊവ്വൂരിന് ലഭിച്ചത്. YMCAയുടെ ദൌത്യത്തിനായുള്ള സമർപ്പിത സേവനം, സാമൂഹിക പ്രതിബദ്ധത, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചുള്ളതായിരുന്നു പുരസ്കാരം. ആലുവയിലെ YMCA റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ശനിയാഴ്ചയായിരുന്നു പുരസ്കാര സമർപ്പണം. മന്ത്രി അനൂപ് ജേക്കബ് ചൊവ്വൂർ YMCA പ്രതിനിധികൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. YMCA കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് അധ്യക്ഷനായി. പുരസ്കാരം നേടാൻ പിന്തുണയും സഹകരണവും നൽകിയ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും നന്ദി അറിയിച്ച ചൊവ്വൂർ YMCA പ്രസിഡന്റ് ജോബി ജോർജ്, സെക്രട്ടറി ജോസഫ് പുലിക്കൻ, ട്രഷറർ MO പോൾസൺ എന്നിവർ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി. തൃശൂർ ജൂബിലി അമല മിഷൻ ആശുപത്രികളിൽ തുടരുന്ന നഴ്സസ് സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റാണ് ഭീമ ഹർജി അയച്ചത്. തൃശൂർ അതിരൂപതയിലെ ജൂബിലി അമല മിഷൻ ആശുപത്രികളിൽ തുടരുന്ന നഴ്സസ് സമരം ഒത്തുതീർപ്പാക്കാൻ ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ചാണ് പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി അയച്ചത്. ഇടവക വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച ഒപ്പുകൾ ചേർത്ത ഭീമ ഹർജി പുത്തൻപീടിക പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രിക്ക് അയച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പടന്നമാക്കൽ ഭീമ ഹർജി പോസ്റ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷനായി. സെക്രട്ടറി PA പോൾ, ട്രഷറർ ജോജി മാളിയക്കൽ, ജോയിന്റ് സെക്രട്ടറി ജെസി വോഗീസ്, അംഗങ്ങളായ വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലാലി ജോസ്, ജിംസൺ കുരുതുകുളങ്ങര എന്നിവർ സംസാരിച്ചു. സഭയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജൂബിലിക്കെതിരെയും യുവനെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരത്തിനെതിരെ നമ്മളതിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാനായിട്ട് കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറിന് നമ്മൾ സ്വീകരിച്ച് അയക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വതമായ പരിഹാരം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുകാനയിലെ മാലിന്യ കൂമ്പാരം ചേർപ്പ് പൂത്തറക്കൽ പള്ളിക്ക് സമീപം റോഡരികിൽ തള്ളിയ നിലയിൽ. ടിപ്പർ ലോറിയിൽ എത്തിച്ച മാലിന്യം റോഡരികിൽ തള്ളിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കോടന്നൂരിൽ കേരള കർഷക സംഘം പ്രതിഷേധം.
മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമായ സൂപ്പർ സ്റ്റാർ ജയന്റെ 87ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ച് ആരാധകൻ അഷ്റഫ് ജയൻ. ചേർപ്പ് തായംകുളങ്ങളിൽ നട്ടുവളർത്തുന്ന ജയൻ എന്ന വൃക്ഷത്തൈക്ക് മുന്നിലായിരുന്നു ചടങ്ങ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.